നമ്മുടെ കേരളത്തിൽ ഒരു വർഷം ഇറക്കുമതി ചെയ്യുന്ന അല്ലെങ്കിൽ കൊണ്ടുവരുന്ന മദ്യത്തിൻ്റെ എണ്ണം എന്ന് പറയുന്നത് പിന്നെ ബിയറാണെങ്കിൽ 50 ലക്ഷത്തിലധികം ബോട്ടിലാണ്, 10 ലക്ഷത്തിലധികമാണ് വിദേശ മദ്യത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. അത് മുഴുവൻ കൊണ്ടുവരുന്നത് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും. ഞാൻ വിചാരിക്കുന്നത് എന്തുകൊണ്ട് പാലക്കാട് എന്ന് കൂടി പക്ഷേ എനിക്കതിൽ വിയോജിപ്പുണ്ട്. എന്തുകൊണ്ടാണ് പാലക്കാട് ഈ പറയുന്ന കൊക്കക്കോള ഫാക്ടറി വന്നതെന്ന് പറഞ്ഞാൽ അവിടുന്ന് ആക്സസ് എളുപ്പമാണ്, കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും എളുപ്പമാണ് ആക്സസ്. ഇതുപോലെ തന്നെയാണ് എല്ലാ വിദേശ കമ്പനികളും കേരളത്തിന് പുറത്തുള്ള കമ്പനികളെല്ലാം ഈ പാലക്കാട് തിരഞ്ഞെടുക്കാൻ എന്നുള്ള കാരണം അത് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് ആക്സസ് എളുപ്പമാണ്. കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്ക് ആക്സസ്, അതാണ് ഒരു സെൻട്രൽ പോയിന്റ് എന്നുള്ള നിലയ്ക്ക് ഒരു പാലക്കാട് പ്രിഫർ ചെയ്യാം. കാരണം ഇപ്പോൾ വരുന്നത് നാഷണൽ ഹൈവേ ആണ്. നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ടച്ച് ചെയ്ത് കർണാടകയിൽ പോയി ഗോവ വഴി വരുന്ന നാഷണൽ ഹൈവേ ആണ്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് വളരെയധികം ട്രാൻസ്പോർട്ടേഷന് എളുപ്പമാവും എന്നുള്ളതാണ്. നമ്മുടെ ഈ ഒയാസിസിനെ സംബന്ധിച്ചിടത്തോളം ഒയാസിസ് ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. ഈ പറയുന്ന ബിയർ ആൻഡ് മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന മദ്യത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് വളരെയധികം ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതിൻ്റെ ഒരു വലിയ എന്ന് പറയുന്നത് ഏകദേശം 1 ലക്ഷം 1 കോടി കേസിലധികം മദ്യമാണ് ഗോവ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനേക്കാളും അതിൻ്റെ ഏകദേശം അത്ര തന്നെ മദ്യമാണ് കർണാടക ഉൽപ്പാദിപ്പിക്കുന്നത്. അവിടെയും ഈ വെള്ളവും ഈ പറയുന്ന സംവിധാനമൊക്കെ കേരളത്തിൽ കിട്ടുന്നതിനേക്കാളും കുറവ് കിട്ടുന്ന സംസ്ഥാനങ്ങളാണ് കർണാടകയായാലും ഗോവയായാലും.